മലപ്പുറം ജില്ലയുടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭത്തിന് നേരിയ ശമനമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം കടലേറ്റമുണ്ടാക്കിയ ദുരിതം മേഖലയിൽ ഏറെയുണ്ട്. വെള്ളം കയറിയ വീടുകളിലെ ആളുകൾ ബന്ധുവീടുകളിലേക്ക് മാറി. പൊന്നാനി മേഖലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുടങ്ങിയിട്ടുണ്ട്. കടൽവെള്ളം പ്രദേശത്തെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതിരിക്കാൻ വേണ്ട നടപടികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. CB അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. മലപ്പുറത്തിന്റെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് പൊന്നാനി മുതൽ വെളിയങ്കോട് വരെയുള്ള 4 കിലോമീറ്ററിലധികം ദൂരത്താണ് വലിയ തോതിൽ തന്നെ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 50-ലധികം വീടുകളിലേക്ക് കടൽവെള്ളം കയറുന്ന ഒരു സാഹചര്യം, ആളുകൾ ഇവിടുന്ന് മാറി താമസിക്കുന്ന സാഹചര്യം, അതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായി. പക്ഷേ ഇന്ന് രാവിലെ മുതൽ കടൽ ശാന്തമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രശ്നം, കഴിഞ്ഞ ദിവസം കടൽക്ഷോഭത്തിൽ കടൽ ഏകദേശം ഒരു 100 മീറ്ററോളം അടുത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേഖല മൊത്തം മണൽ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വീടുകളിലേക്ക് മണൽ കയറിയിട്ടുണ്ട്, കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് ഈ കടൽ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ കിടന്നിരുന്ന കടൽ വെള്ളം ഒരു ചാല് വെട്ടി ഒഴുക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കാര്യം? ഇത് കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് കയറിയ വെള്ളം നമ്മളുടെ പാടശേഖരത്തിനകത്തും തോട്ടിലും നിന്ന് കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നത്തിന് വലിയ ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം നിന്ന് കുടിവെള്ളത്തിൽ കയറുകയും കുടിക്കാനുള്ള വെള്ളത്തിൽ മലിനമാകുന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അങ്ങനെ കെട്ടിയിരിക്കുന്ന വെള്ളങ്ങൾ ചെറിയ ചാല് കയറി പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പരിപാടി മാത്രം. ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങളൊന്നും ഇതിപ്പോ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതെ, പഞ്ചായത്തിന്റെ ഇതിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതൊരു പഴയ തോടായിരുന്നു എന്നാ പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ വർഷം ഇതുപോലെ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ തോടായിരുന്നു. ഈ തോട് ഇപ്പോൾ ഇന്നലത്തെ കടൽക്ഷോഭത്തിൽ ഈ തോട് പൂർണ്ണമായിട്ട് മൂടിക്കഴിഞ്ഞു, മണ്ണ് കയറി മൂടിക്കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് കൂടാതെ അപ്പുറത്തൊരു വേറെ തോടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വർഷം കഴിയുന്നതും കടൽ ഓരോ വർഷം കൂടുന്നതും കടൽ കയറി വരെയാണ്. ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഈ ഒരു നാടില്ലാതാവുന്ന ഒരു സാഹചര്യത്തേക്കാണ് പോകുന്നത്. അത് മുമ്പ് നിങ്ങൾക്ക് നമ്മൾ വരുന്ന വഴിക്ക് പല സ്ഥാപനങ്ങളും കണ്ടു. അത് കടലിന്റെ തീരത്താണ്, തൊട്ട് തീരത്താണ് ഇപ്പോൾ നിങ്ങൾ പല വീടുകളും. മുൻപ് അത് നിർമ്മിച്ച സമയത്തൊക്കെ കടൽ ഒരുപാട് അകലെയായിരിക്കും അല്ലേ? കടൽ ഇവിടുന്ന് ഒരുപാട് ദൂരമായിരുന്നു കടല്. ഇതിപ്പോ വർഷങ്ങളായിട്ട് കയറി ഓരോ വർഷങ്ങളിലും കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നാണ്. അതൊക്കെ ഓരോ കാലങ്ങളിലായിട്ട് നഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതില് കടൽ ഭിത്തിയുടെ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇല്ലാതെ, ഒരു ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നാണ് അധികൃതർ പറയുന്നത്. കടൽ ഭിത്തിയുടെ കാര്യത്തിൽ കടൽ ഭിത്തി ഒരുപാട് പഠനങ്ങൾ ഇവിടെ ഓൾറെഡി നടത്തിപ്പോയിട്ടുണ്ട്. ചെല്ലാനം മോഡൽ പദ്ധതി, ടെട്രാപോഡ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ എന്തായിട്ടുണ്ട്, ഇവിടെ പഠനം നടത്തിപ്പോയിട്ടുണ്ട്. പക്ഷെ ആ പദ്ധതികളൊന്നും ഇതുവരെ ഇവിടെ നടപ്പിലായി. പഠനങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ, പദ്ധതി ആയി വരുന്നില്ല. ഇത് ഈ ഒരു പ്രദേശത്തെ പഞ്ചായത്ത് അംഗം കൂടിയാണ് നമ്മോട് സംസാരിച്ച താഹിർ. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം കടൽ ഭിത്തിക്ക് വേണ്ടിയുള്ള പഠനങ്ങൾ മാത്രമാണ് നടക്കുന്നത്, പ്രായോഗിക തലത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സജീവമായിട്ട് ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു മേഖലയിൽ കെട്ടിക്കിടന്ന ഉപ്പുവെള്ളം, കടൽവെള്ളം നീക്കി അത് പുഴയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രവൃത്തികളാണ് സജീവമായിട്ട് ഇവിടെ പുരോഗമിക്കുന്നത്. കാരണം ജനവാസ മേഖലയിലേക്ക് ഈ കടൽവെള്ളം കയറിയതിന്റെ പ്രശ്നങ്ങൾ എത്തരുത്, അതിന്റെ ജലസ്രോതസ്സുകൾ, ആ മേഖലയുടെ ജലസ്രോതസ്സുകൾ മലിനമാകരുത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഇവിടെ ഈ ഒരു പ്രവൃത്തിക്ക് പിന്നിലുള്ളത്. എന്താണെങ്കിലും കടൽക്ഷോഭത്തിന്റെ ശക്തി കുറഞ്ഞെങ്കിലും കടലേറ്റം ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അതിൽ നിന്നും കരകയറാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഈ പ്രദേശവാസികൾ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, News 18.